സെയിൻറ്റ് തോമസ് അക്വിനാസിൻ്റെ വാദങ്ങൾ അൺമൂവ്ഡ് മൂവർ, സ്വയം ചലിക്കാതെ എല്ലാം ചലിപ്പിക്കുന്നവൻ, അൺകോസ്റ്റ് കാസ്, കാരണങ്ങൾ ഇല്ലാത്ത കാരണക്കാരൻ. ഇതൊക്കെ താങ്കൾ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ അല്പം കൂടെ ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് എപ്രയോറി, പോസ്റ്റീരിയോറി തുടങ്ങിയ ആ വാദങ്ങളെയൊക്കെ ഒന്ന് അല്പം വിശദീകരിക്കാം. അക്വിനാസിന്റെ വാദങ്ങൾ ശരിക്കും ഒരു സെമറ്റിക് മതസങ്കല്പത്തിന്റെ അടിസ്ഥാന ശിലകളാണ്. എപ്രയോറി ആയാലും അപ്പോസ്റ്റീരിയോറി ആയാലും അത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള തെളിവുകളും വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളാണ്. വ്യക്തിനിഷ്ഠമായ തെളിവുകൾ ഉണ്ടാക്കാത്ത പ്രയാസമല്ല. ദൈവം ഉണ്ട് എന്ന് വിശ്വാസിക്ക് തോന്നുക, അല്ലെങ്കിൽ ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് തോന്നുക, ദൈവത്തെ കണ്ടു എന്ന് തോന്നുക, ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ബിക്കോസ് യു ആർ ഓൾവേസ് പ്രോസസ്സിങ് ദാറ്റ് ഡേറ്റ. അത് ദൈവം മാത്രമല്ല, പലപ്പോഴും കൊച്ചുകുട്ടികളുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഈ ഡിങ്കൻ പോലെയുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ പഴയ ഹീറോകൾ മാൻഡ്രേക്ക്, ഫാൻഡം, ഇതൊക്കെ അവരുമായിട്ട് സംസാരിക്കുന്നതായിട്ടും വരുന്നുവെന്നും ചില ആപത്തുകളിൽ രക്ഷിക്കുന്നതായിട്ടും ഒക്കെ കുട്ടികൾ പലപ്പോഴും സങ്കല്പിക്കാറുണ്ട്, കഥകൾ എഴുതാറുണ്ട്. ഇത്തരത്തിലുള്ള ഏജന്റുകളെ, സൂപ്പർ ഹീറോകളെ നമ്മൾ അതീത ശക്തികളെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാന്നിധ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചോളം വളരെ കുട്ടികളിയാണ്. ഇറ്റ് മേക്സ്, അങ്ങനെയാണ് അത് പോവുക. പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിലുണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം ധാരണകളും തെളിവുകളും ദൈവത്തിന് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി മറ്റൊന്ന് തോന്നുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള ബാഹ്യലോകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകൾ. അത്തരം തെളിവുകളിലാണ് ഇത് അൺമൂവ്ഡ് മൂവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അൺമൂവ്ഡ് മൂവർ എന്ന് പറയുന്നത് ശരിക്കും ഒരു റിലീജിയസ് ഫാന്റസി മാത്രമാണ്. എല്ലാം ചലിക്കുന്നു, ചലിക്കാതെ നിൽക്കുന്ന ഒരാൾ അതിനെ ചലിപ്പിക്കുന്നു. അപ്പൊ എല്ലാം ചലിക്കുന്നു, പക്ഷെ ആ നിയമം ഈ ഇദ്ദേഹത്തിന് ബാധകമല്ല. മാത്രമല്ല, ഈ ചലിക്കാതെ നിൽക്കുന്ന ആൾ എവിടെയാണ് നിൽക്കുന്നത്? എല്ലാം ചലിക്കുകയാണെങ്കിൽ ചലിക്കാതെ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് ചലിക്കാതെ നിൽക്കുന്നത്? എല്ലാം ചലിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഇതൊരു ന്യൂട്ടോണിയൻ സങ്കല്പമാണ്. അതായത് വസ്തുക്കൾ ചലിക്കുന്നതിന് കാരണം അതിനെ പുറമേ നിന്നുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബലം കൊടുക്കുന്നുകൊണ്ടാണ് വസ്തുക്കൾ ചലിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം വസ്തുക്കളുടെ ചലനം എന്ന് പറയുന്നത് ബാഹ്യമല്ല, ആന്തരികമാണ്. ഇപ്പോൾ സോഡിയം എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ സോഡിയം ഇങ്ങനെ ഓടി നടക്കും. ഇങ്ങനെ ഓടി നടക്കുന്നത് ആരെങ്കിലും അതിന്റെ പുറകെ ചെന്ന് തട്ടി സോഡിയം പിക്കോ എന്ന് പറഞ്ഞ് തള്ളുന്നുണ്ടല്ല. സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ അവസ്ഥ അല്ലെങ്കിൽ എണ്ണം ആണ് വേറൊരു ഇലക്ട്രോൺ കൂടി കൊടുത്തുകൊണ്ട് ഒരു രാസസ്ഥിരത കൈവരിക്കാനായിട്ടുള്ള സോഡിയത്തിന്റെ ശ്രമമാണ് ഈ രാസക്രിയതയ്ക്ക് കാരണം. അപ്പം അതിന്റെ ചലനം വരുന്നത് അതിന്റെ ആന്തരികമായിട്ടുള്ള ഘടനയിൽ നിന്നും അവസ്ഥയിൽ നിന്നാണ്. അപ്പൊ ദ്രവ്യത്തിന്റെ ചലനം ആന്തരികമാണ്, ബാഹ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരാളെല്ലാത്തിനെയും മൂവ് ചെയ്യണം എന്നുള്ള തിയറി അശാസ്ത്രീയവും, ഞാൻ ആദ്യം പറഞ്ഞോണം, ഫിലോസഫിക്കലായിട്ടും ഇറ്റ് ഈസ് റോങ് ആൻഡ് ഇറ്റ് ഈസ് സയന്റിഫിക്കലി റോങ്. അൺകോസ്ഡ് കോസും അത് കണക്ക് തന്നെയാണ്. എല്ലാത്തിനും കാരണമുണ്ട്, പക്ഷെ എല്ലാത്തിനും കാരണക്കാരനായ വ്യക്തിക്ക് കാരണമില്ല. അപ്പൊ രാജാവിന് നിയമം ബാധകമല്ല, അല്ലെ? അപ്പൊ നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രധാന കാരണക്കാരനായ വ്യക്തിക്ക് നിയമം ബാധകമല്ല എന്ന് പറയുമ്പോൾ ആ നിയമം അപഹാസ്യമാണ്. അതുപോലെ തന്നെയാണ് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ആയാലും ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ് ആയാലും. അത് കുറച്ച് വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് പരാജയപ്പെട്ട വാദങ്ങളാണ്. ഇന്ന് അക്വിനാസിനെ ആരും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? ഡിസൈനർ ആർഗ്യുമെന്റ് ഒക്കെ എല്ലാം ഒരാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു, അയാൾ തനിയെ ഉണ്ടായി. നമ്മൾ പ്രപഞ്ചത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഡിസൈൻ കാണുന്നോണം തന്നെ ലാക്ക് ഓഫ് ഡിസൈനും കാണുന്നുണ്ട്, ആസൂത്രണം കാണുന്നോണം തന്നെ ആസൂത്രണം ഇല്ലായ്മയും കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ആസൂത്രണങ്ങളെല്ലാം ഡോക്കിൻസ് ഒക്കെ പറയുന്നോണം സീംസ് ടു ബി ഡിസൈൻഡ്, അപ്പിയേഴ്സ് ടു ബി ഡിസൈൻ. നമ്മളുടെ ഒരു പരിമിതി വെച്ച് നോക്കുമ്പോൾ, നമ്മളിപ്പോൾ റെയിൻബോ നോക്കുമ്പോൾ ആ റെയിൻബോ 7 കളേഴ്സ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് അതാരോ ഡിസൈൻ ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബേസിക്കലി വിബ്ജിയോർ എന്ന് പറയുന്ന ആ കളർ സ്ട്രക്ചർ ആസൂത്രണം ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെയല്ല നമുക്കറിയാം. ഈ ശരിക്കും വിബ്ജിയോർ എന്ന് പറയുന്നത് പോലും നമ്മളുടെ കണ്ണിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രതിഭാസമാണ്. നമ്മുടെ തലച്ചോറ് വിവിധ ഫ്രീക്വൻസിയിൽ വരുന്ന, വിവിധ വേവ് ലെങ്തിൽ വരുന്ന പ്രകാശ കണങ്ങളെ ഓരോ നിറം നൽകി, ആ ടോക്കൺ നൽകി അടയാളപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് നിറം അനുഭവപ്പെടുന്നത്. ഇത് ആരുടെ ഡിസൈനാണ്? ഒരുപക്ഷെ റെയിൻബോയിൽ 7 കളേഴ്സ് കാണുന്ന ഏകജീവി മനുഷ്യനായിരിക്കാം. അത്രയും കളേഴ്സിൻ്റെ ഉള്ള വാൻവിഡ്ത്തും മനുഷ്യന് മാത്രമാണ് ഉണ്ടാവുന്നത്. മറ്റു ജീവികളൊന്നും അതേ കണക്ക് കാണണമെന്നും ഇല്ല, എല്ലാ കളേഴ്സിനും തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ ഇതിലെല്ലാം പണ്ട് മഴവില്ല് എന്ന് പറയുന്ന സാധനം ദൈവത്തിന്റെ കയ്യൊപ്പായിട്ടും മെസ്സേജ് ആയിട്ടുമാണ് മതവിശ്വാസികൾ കരുതിയിരുന്നത്.
ന്യൂട്ടനോട് കീറ്റ്സ് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് മനുഷ്യ കാണിച്ചത്? ഈ മഴവെല്ലിന്റെ ആന്തരിക ഘടനയും അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളും വെളിപ്പെടുത്തിയതിലൂടെ അതിന്റെ കമനീയതയും അതിന്റെ സൗന്ദര്യവും നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുന്നത്. ഞങ്ങൾക്കിനി സ്വപ്നം കാണാനും ഞങ്ങളുടെ മതവിശ്വാസത്തിന് തെളിവായി കാണിക്കാനും ഒന്നും മഴവില്ല് ബാക്കിയില്ല എന്നുള്ളത് ഞങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്നു എന്ന് ന്യൂട്ടനോട് കീറ്റ്സ് ഒരു പരാതി പോലെ പറയുന്നുണ്ട്. അപ്പം ഈ അപ്പിയേഴ്സ് ടു ബി ഡിസൈൻഡ്, നമ്മളുടെ ഒരു പരിമിതിയിൽ അത് ഡിസൈൻഡ് ആയിട്ട് നമുക്ക് തോന്നുന്നു. നമ്മളെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഭൂമിയും സൂര്യന്റെ അടുത്ത് നിൽക്കുന്നു, കുറച്ച് അങ്ങോട്ടായിരുന്നെങ്കിൽ സൂര്യൻ അതങ്ങ് തണുത്ത് ഉറഞ്ഞു പോയനെ, കുറച്ച് അടുത്തായിരുന്നെങ്കിൽ അതൊരു ചുട്ടുപഴുക്കുന്ന ഗോളമായി മാറിയനെ. അപ്പൊ ഇത്രയും ഇവിടെ ആരാണ് കൊണ്ടു നിർത്തിയത് എന്നൊരു ചോദ്യം അങ്ങ് ചോദിക്കും. അപ്പൊ അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ അതിന് ഉത്തരം ആർക്ക് പറഞ്ഞിട്ടോ? എന്നതാ ഈ കൊക്കയിലോട്ട് ചാടിക്കൂ, ഞങ്ങളുടെ മത കൊക്കയിൽ അതിനകത്ത് എല്ലാം ഉത്തരവുണ്ട്. എന്റെ മതത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം ചെയ്തു, അതൊരു ഉത്തരവല്ല. എല്ലാം ദൈവമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അതൊരു ഉത്തരമാകുന്നില്ല. കാര്യം ഇപ്പൊ നിങ്ങൾക്കൊരു അസുഖമുണ്ട്, ഈ അസുഖത്തിന് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ കാരണം അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. അല്ല സർ, ഇതേ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും അതുപോലെ ജീവോൽപത്തിയെക്കുറിച്ചും ശാസ്ത്രത്തിന് ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അതിൽ ദൈവത്തെ ആരോപിച്ചാൽ, നമുക്ക് മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു കാര്യത്തിൽ ദൈവത്തെ ആരോപിച്ചാൽ അതിനെങ്ങനെയാണ് തെറ്റ് പറയാൻ സാധിക്കുക? അതൊരു ഉത്തരം കണ്ടെത്തലല്ലേ? ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഡിബേറ്റ് സ്റ്റോപ്പറാണ്, സംവാദ സംഹാരി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഗതിയുടെ കാരണം ദൈവമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈ ഉത്തരങ്ങളുമായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് പോലും നമ്മുടെ നാഗരികതയോ നമ്മളുടെ ചിന്താശേഷിയോ മുന്നോട്ട് പോകില്ല. എല്ലാ അന്വേഷണങ്ങളെയും കഴുത്തൊടിക്കുന്ന ഒരു ഉത്തരവാണ് ദൈവം അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ പറയുന്ന ഉത്തരങ്ങളും ഉണ്ട്. ആ ഉത്തരങ്ങളിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ നമുക്ക് അന്വേഷിക്കാൻ തന്നെ സാധിക്കും. ഇപ്പോൾ റെയിൻബോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്നുള്ള മതശാസ്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഴവില്ലിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് ഭൂമി ഈ ഒരു പർട്ടിക്കുലർ അകലത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്ന് അവർ പറയാം. അപ്പൊ ചോദിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഭൂമി അവിടെ വന്ന് നിന്നുകൂടാ? അങ്ങനെ നിർബന്ധം ആർക്കെങ്കിലും ഉണ്ടോ ഭൂമി അവിടെ വന്ന് നിന്നുകൂടാ? മറ്റു ഗോളങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ബയോളജിക്കൽ സോണിലല്ല നിൽക്കുന്നത്. ഇപ്പൊ ഭൂമി അവിടെ നിന്ന് യാദൃച്ഛികമായി ഇത്രയധികം 8 പ്ലാനറ്റ്സും പിന്നെ നിരവധി സബ് പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും ഒക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിന്യാസക്രമത്തിൽ ഒരു പർട്ടിക്കുലർ പ്ലാനറ്റിൽ ഒരു ബയോളജിക്കൽ സസ്റ്റൻസിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാവുന്ന രീതിയിലുള്ള താപം അല്ലെങ്കിൽ ചൂട് ഇതൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നോർമലി സംഭവിക്കാവുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ബാക്കി പ്ലാനറ്റ്സിലൊന്നും ഉണ്ടാകുന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് ശുക്രനിൽ ജീവനില്ലാത്തത്? ദൈവം ശവിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് പ്ലൂട്ടോയെ അത്ര അകലെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് യുറാനസിൽ മുഴുവൻ മഞ്ഞ്? ദൈവത്തിന് യുറാനസുമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഒരു ആന്ത്രോപോമോർഫിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ചിന്തയുടെ പരിമിതിയും വികാരവും പ്രപഞ്ചത്തിലെ വസ്തുക്കളിലും സംഗതികളിലും ആരോപിക്കുകയാണ്. അതൊരു ഡിഫക്റ്റീവ് ലോജിക്കാണ്. പക്ഷെ ഈ ലോജിക്ക് നമ്മുടെ മസ്തിഷ്കത്തിന് വളരെ സ്വീകാര്യമാവാൻ കാരണം നമ്മുടെ മസ്തിഷ്കം വരുന്നത് ഒരു പുരാതന ഗുഹാമനുഷ്യന്റെ മസ്തിഷ്കമാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. നമ്മൾ AC-യും കമ്പ്യൂട്ടറും അല്ലെ ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഭാവനകൾ പലതും ഇപ്പോഴും ഗോത്രീയമായിട്ടുള്ള ഭാവനകളാണ്. വി ആർ ആക്ച്വലി ലിവിങ് എ ട്രൈബൽ ലൈഫ് ഇൻ എ ഹൈടെക് എൻവയറോൺമെന്റ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു നമ്മുടെ ബ്രെയിന് വലിയ പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ 20,000 വർഷങ്ങൾ കൊണ്ട്. പക്ഷെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മുഴുവൻ മാറി. നമ്മൾ ആ നമ്മുടെ ചിന്താരീതി പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ചിന്താരീതി അടിസ്ഥാനപരമായിട്ട് പരിഷ്കരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അന്വേഷണങ്ങൾ നടത്താൻ പറ്റൂ. ഒരാൾ നാസ്തികനാകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, മറിച്ച് അയാൾ ഇത്തരത്തിലുള്ള ഫോൾസ് ആയിട്ടുള്ള ആൻസേഴ്സിൽ, ഇപ്പോ ചേട്ടൻ നാளைക്ക് നമ്മളൊരു കാട്ടിൽ ചെല്ലുന്നു, അവിടെ ചില നമുക്ക് വഴി കണ്ടെത്താൻ കഴിയുന്നില്ല. അന്നേരം നമ്മളെന്ത് പറയും? വഴി അറിയില്ല, ഒരുപാട് ഉത്തരങ്ങളില്ല, അജ്ഞാതമാണ്. എന്ന ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കൊക്കയുണ്ട്, ഈ കൊക്കയിലേക്ക് അങ്ങ് ചാടിയേക്കാം. കൊക്ക ചാടിയ പിന്നെ വഴി അറിയണ്ടല്ലോ. ഇത് 1400 വർഷം പഴക്കമുള്ള ഒരു കൊക്കയാണ്, ഇതിനകത്തോട്ട് ചാടാം. ഇത് 2500 വർഷം പഴക്കമുള്ള ഒരു കൊക്കയാണ്, ഇതിനകത്തോട്ട് ചാടാം. ഇത് പരമ്പരാഗതമായ ഒരു കൊക്കയാണ്, ഇതിനകത്തോട്ട് ചാടാം. ഇതിനകത്ത് എല്ലാ ഉത്തരങ്ങളുണ്ട്. അതാണ് വിഷയം. മതത്തിന് എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. മതം മാറാനും തയ്യാറല്ല, മാറാത്തത് എന്തോ അതാണ് മതം. പക്ഷെ സയൻസിൽ അങ്ങനെയല്ല. സയൻസിൽ ചോദ്യങ്ങളാണ്. സയൻസ് നിരന്തരം അന്വേഷിക്കുകയാണ്, ഇന്നലെ പറ്റിയ തെറ്റുകൾ നാളെ തിരുത്തുകയാണ്, നിരന്തരം പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ശാസ്ത്രം. അതാണ് മനുഷ്യനൊപ്പം സഞ്ചരിക്കുകയാണ്. മതം അങ്ങനെയല്ല. മതം മനുഷ്യനെ ഒരു കുറ്റിയിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. എല്ലാം ഞങ്ങൾ തെളിവാക്കി കഴിഞ്ഞു, എല്ലാം ഞങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു, അതെന്തുകൊണ്ട്, ഇതെന്തുകൊണ്ട്, ഞങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പം ഉത്തരങ്ങളുടെ ആധിക്യം,
ഉത്തരങ്ങൾ മാത്രമുള്ള, ആ ഉത്തരങ്ങൾ മാറാത്ത, അതായത് ഒരു ഗോത്രജനത കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു തിയോളജിസ്റ്റിനും പറയാനുള്ളത്. അത് തന്നെയാണ്. അതായത് അവന് യാതൊരുവിധ ചിന്താപരമായിട്ടോ ബൗദ്ധികമായിട്ടുള്ള മുന്നേറ്റം അവൻ സാധ്യമാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിയിടാതെ ഒറ്റ മാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിയിടാതെ ഒറ്റ മാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം. കവി കുരീപ്പുഴയുടെ വാക്കുകളാണ്. അതുപോലെ ടാഗോർ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവന്റെ കൂടെയും പുരോഹിതന്റെ കൂടെയും ദൈവം വാഴില്ല എന്ന്. എന്നാൽ ജനസഞ്ചയം ആശ്വാസത്തിനു വേണ്ടി, ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചർച്ചയുടെ വേളയിൽ പോലും 1000 ലക്ഷോപലക്ഷം പ്രാർത്ഥനകൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥന എന്നിട്ടും നിരർത്ഥകമോ? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയും, ആഗ്രഹ ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുന്ന 2 ജീവിതങ്ങളാണ് ഉള്ളത്. ഒന്ന് ദ ലൈഫ് യു ലീവ് ആൻഡ് ദ ലൈഫ് യു വാണ്ട് ടു ലീവ്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതവും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതവും ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യവും തമ്മിലൊരു വിടവുണ്ടാവും. ഈ വിടവാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിലൂടെയും സ്വപ്നം കാണലിലൂടെയും പകൽക്കിനാക്കളിലൂടെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം വിടവുകളാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസി എന്ന് പറയുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാനേ പാടില്ലാത്തതാണ്. കാരണം അയാളുടെ ഏതൊരു ദൈവവിശ്വാസിയാലും അയാൾ ചിന്തിക്കേണ്ട ഈ പ്രപഞ്ചവും വസ്തുക്കളും നിങ്ങളെയും നിങ്ങളുടെ അനുഭവങ്ങളെയും ഒക്കെ തന്നെ പുള്ളി മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു മൂക്ക് തന്നിരിക്കുന്നു, ഒരു ചപ്പ മൂക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ചപ്പ മൂക്ക് നിങ്ങൾക്ക് മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ്. നിങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി അല്ലെ എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി അനുസരിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് സ്വീകാര്യമല്ല. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് പോരാ, ഡിസ്റ്റിങ്ഷൻ വേണം. പക്ഷെ ഫസ്റ്റ് ക്ലാസ് വേണമെന്ന് അവൻ തീരുമാനിച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. അപ്പൊ ദൈവത്തിന്റെ തീരുമാനത്തെയും അവന്റെ പദ്ധതികളെയും അട്ടിമറിക്കാനായിട്ടുള്ള മതവിശ്വാസിയുടെ ഒരു അദമ്യമായ ആഗ്രഹമാണ് ശരിക്കും പ്രാർത്ഥന. ദൈവം നീ തീരുമാനം മാറ്റുക, എനിക്ക് ഇതല്ല വേണ്ട, എനിക്ക് കുറച്ചുകൂടെ വേണം. യഥാർത്ഥ ദൈവവിശ്വാസി ഒരിക്കലും പ്രാർത്ഥിക്കില്ല താത്വികമായിട്ട്, ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു അസുഖം വരുന്നു, നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഈ അസുഖത്തിന്റെ ആദ്യത്തെ ഹോർമോൺ അല്ലെങ്കിൽ ആദ്യത്തെ പ്രോട്ടീൻ വ്യവസ്ഥയിൽ ചെറിയ മാറ്റം ഉണ്ടാക്കിയ ആരാണ്? അത് അവന്റെ തീരുമാനമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ട്യൂമർ വരുമ്പോൾ നിങ്ങളൊരു ലബോറട്ടറി പോയി കണ്ടെത്തുന്ന ട്യൂമറാണ്. പക്ഷെ ഈ ട്യൂമർ അയച്ചവന് ഒരു പദ്ധതിയുണ്ട്. അവൻ ട്യൂമർ അയച്ചിരിക്കുകയാണ്. ആ ട്യൂമർ വരുമ്പോൾ ഉടനെ പറയും എനിക്കിത് മാറ്റണം, എനിക്ക് ട്യൂമറൊന്നും പാടില്ല, എനിക്ക് ട്യൂമർ ഇല്ലാത്ത ജീവിതം വേണം, അതുകൊണ്ട് ഞാൻ അത് തരാം, ഞാൻ ചാക്കിൽ അരി നിറച്ച് തരാം, ഞാൻ പായസം ചെയ്യാം, ഞാൻ തല കൊണ്ടുവന്ന് തറയിലിടിക്കാം, ഞാൻ ഹജ്ജ് നടത്താം, അത് ചെയ്യാം, ഇത് ചെയ്യാം. പക്ഷെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. പക്ഷെ ദൈവത്തിന്റെ വിധി എന്താണ്? നിനക്കത് വേണമെന്നുള്ള. അപ്പൊ ദൈവത്തോടുള്ള ഒരു പ്രതിഷേധമാണ് ശരിക്കും, അല്ലെങ്കിൽ അവനെ അംഗീകരിക്കാനുള്ള ഒരു വൈമനസ്യമാണ് ഓരോ പ്രാർത്ഥനയിലും എന്നുള്ളതാണ്. താത്വികമായിട്ട് നോക്കിയാൽ അതാണ് ശരി. പിന്നെ ആളുകൾ ദൈവം തീരുമാനം എടുത്തിരിക്കുന്നു, അതെനിക്ക് പോരാ, ഞാൻ ചേഞ്ച് ചെയ്യണം. വിശ്വാസികളുടെ കാര്യം പറയാം. അപ്പൊ വിശ്വാസപരമായിട്ട് പ്രാർത്ഥന ഒരു എന്താ പറയുക, ദൈവത്തിനെതിരെയുള്ള ഒരു കലാപം കൂടിയാണ്. അതാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാ ആശുപത്രികളും നാസ്തികതയുടെ അമ്പലങ്ങളാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കലണ്ടർ ദൈവങ്ങളും ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ്? ദൈവം എടുത്ത ഒരു തീരുമാനത്തെ ചികിത്സയിലൂടെയും ഔഷധത്തിലൂടെയും അട്ടിമറിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത് പ്യുവർ എത്തീസമാണ്. They are centers of atheism actually, because the will of God is violated. ദൈവത്തിന്റെ വിധി അവിടെ മറികടക്കപ്പെടും. ചിലത് നടക്കും, ചിലത് നടക്കാതിരിക്കും. പക്ഷെ എനിവേ യു ആർ ട്രൈങ് ടു ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ചോദ്യത്തെ അല്പം കൂടെ മയപ്പെടുത്താം. താൻ പാതി ദൈവം പാതി. ഞാൻ വർക്ക് ചെയ്യും, ദൈവം തീരുമാനിക്കും. കൂടെ ഒരു കാര്യം കൂടെ, ഈ പുസ്തകത്തിൽ താങ്കൾ പറയുന്നുണ്ട് ഒരു മാനിന്റെയും സിംഹത്തിന്റെയും പ്രാർത്ഥനയുടെ കഥ. ഞാൻ വായിച്ച രസാവഹമായ ഒരു പോർഷനാണ്, അതുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? മാനും പുലിയാണ്. അതായത് പുലി മാനെ ചേസ് ചെയ്യുന്നു. പുലിക്ക് ആകെ പരിക്കേറ്റ് കിടക്കുന്ന അവസ്ഥയിലാണ് മാനെ ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദൈവം അല്ലെങ്കിൽ കാട്ടുദൈവം എന്ത് ദൈവത്തോട്, പ്രപഞ്ചശക്തിയോട് അഭ്യർത്ഥിക്കുന്നു, എനിക്ക് ഈ മാനെ തരണം എന്നെങ്കിൽ മാത്രമേ, മാനല്ല മുയലാണ് ശരി, മുയലിനെ തരണമെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ, എനിക്ക് പുല്ലൊന്നും ജീവിക്കാൻ പറ്റില്ല, എന്നെ മാംസാഹാരിയാക്കിയത് നീയാണ്, നീ എന്നെ കരുണ കാണിച്ചില്ലെങ്കിൽ, ആഹാരം എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം, എനിക്ക് ആഹാരം കിട്ടില്ല, ഞാൻ മരിക്കും എന്ന് പറഞ്ഞ് പുലി പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അപ്പുറത്തെ മുയലും പ്രാർത്ഥിക്കുന്നു, മുയലും പുലിയും ഓടുകയാണ്, അതായത് അവർ ചേസ് ചെയ്യാണ്. ഇപ്പൊ ചേസിലുള്ള മുയൽ പ്രാർത്ഥിക്കുന്നു, അല്ലയോ ദൈവമേ, ഞാനിപ്പോൾ അടുത്തിടെ പ്രസവിച്ചേ ഉള്ളൂ, എൻ്റെ 3-4 കുട്ടികളുണ്ട്, അതെല്ലാം എൻ്റെ ഇതിലുണ്ട്, ഗുഹയിലുണ്ട്, അവരെല്ലാം നീ കാത്തു. പക്ഷെ അവർക്ക് ഞാനില്ലെങ്കിൽ അവർക്ക് ആഹാരം കിട്ടില്ല, അവരും മരിക്കും, ഞാനും മരിക്കും. നീ എന്നോട് ഇത്രയും നാൾ കരുണ ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എന്നെ രക്ഷിക്കണം ഈ പുലിയിൽ നിന്ന്. അപ്പൊ പുലിക്ക് പ്രാർത്ഥിക്കുന്നു, മുയലിനെ കിട്ടാനായി പ്രാർത്ഥിക്കുന്നു. മുയൽ പ്രാർത്ഥിക്കുന്നു, പുലിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടും കേൾക്കുന്നത് ദൈവം ഒന്നല്ല ഉള്ളൂ എന്നല്ലേ സങ്കല്പം. അപ്പൊ ആ ഒരു ദൈവം തന്നെയാണ് ഇത് രണ്ടും കേൾക്കേണ്ടതും അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. എന്താ അവിടെ നടക്കുക? അവിടെ എന്താ നടക്കുക എന്നൊരു വിശ്വാസിക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ പറയും അത് ആർക്കാണ് ശക്തിയും ബുദ്ധിയും സ്റ്റാമിനയൊക്കെ കൂടുതലുള്ളത്, അയാളുടെ പ്രാർത്ഥന നടക്കുമെന്നായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ ആ പറയുന്നത് വെറും ഭൗതികവാദമാണ്. അതായത് സ്ഥലവും കാലവും സാഹചര്യവും അനുസരിച്ച് അപ്പപ്പോൾ ഉള്ള വിഭവം അനുസരിച്ച് ഉണ്ടാകുന്ന ബലം ഉണ്ടാകും എന്ന് പറയുന്നത് ശരിക്കും നാസ്തികതയാണ്, അല്ലേ? അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ആരെയും ഈ പ്രാർത്ഥന ഇത്തരം, ഇപ്പം ബംഗ്ലാദേശും പാകിസ്ഥാനോടെ കളിക്കുകയാണ്, ക്രിക്കറ്റ് കളിക്കുകയാണ്, രണ്ടുപേരും അള്ളാഹയോട് പ്രാർത്ഥിക്കുന്നത് ജയിക്കാൻ. അള്ളാഹ് ഏത് കേൾക്കും? അപ്പൊ പറയും നല്ലോണം കളിക്കുന്നവർ ജയിക്കും. നല്ലോണം കളിക്കുന്നവർ ജയിക്കും എന്ന് പറയുന്നതാണ് എത്തീസം. ഇപ്പൊ താമ്പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 രൂപ ഇടുന്നു, ദൈവം 1 രൂപ ഇടുന്നു, മൊത്തം 1 രൂപ. ഇപ്പൊ രണ്ടാമത്തെ 1 രൂപ അവിടെ കാണുന്നില്ല. അപ്പൊ ആരെങ്കിലും പകുതി പഠിച്ചിട്ട് പരീക്ഷ എഴുതാറുണ്ടോ? ഇല്ലല്ലോ. പകുതി പഠിച്ചിട്ട് ഉത്തരങ്ങൾ പകുതി എഴുതിയിട്ട് ഇറങ്ങി പോരാറുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് പകുതി ഉത്തരങ്ങൾ, അല്ലല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസി എപ്പോഴും അവൻ അങ്ങേയറ്റം യുക്തിസഹമായിട്ടാണ് ജീവിക്കുന്നത്. അവനൊരു ദൈവമോ അല്ലെങ്കിൽ ഒരു പ്രേതമോ അങ്ങനെ എന്തെങ്കിലും ശക്തിയോ അല്ലെങ്കിൽ ഇന്റർവെൻഷനോ ഇല്ലെങ്കിലും എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെല്ലാം ചെയ്യും. ഒരു കാർ അവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൊത്തം സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവൻ മൊത്തം ചെയ്യും. ഇപ്പൊ മരുന്ന് കഴിക്കും, പകുതി മരുന്ന് കഴിക്കും, ബാക്കി ദൈവം ചെയ്യുമെന്ന് പ്രാർത്ഥന ഇല്ല, മൊത്തം മരുന്നും കഴിക്കും. ഒരു കാര്യത്തിലും എന്തൊക്കെയാണ് ഒരു നാസ്തികൻ ചെയ്യുന്നത് അതെല്ലാം തന്നെയാണ് ഒരു വിശ്വാസിയും ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് അവൻ പ്രാർത്ഥിക്കും. അപ്പൊ അതായത് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് ഒരു ആനയെ വരച്ചു വെക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു ആനയെ വരച്ചു വെക്കും, ഒരു നാസ്തികൻ ആനയെ വരച്ചു വെക്കും, വിശ്വാസി ആനയെ വരച്ചു വെക്കും. പക്ഷെ നാസ്തികൻ ആനയെ മാത്രം വരയ്ക്കും, വിശ്വാസി ആനയെ വരച്ചിട്ട് അതിന്റെ കൂടെ ഒരു കൂനയും കൂടെ വരച്ചു. പക്ഷെ മാർക്ക് ഈ ആനയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിശ്വാസി കരുതുന്നത് എന്താണ്? എനിക്ക് മാർക്ക് കിട്ടിയത് ഞാൻ ഈ ആനയുടെ കൂടെ കൂനയും കൂടെ വരച്ചു വെച്ചുകൊണ്ടാണ്. അതും സുഖമായിട്ട് തെളിയിക്കാൻ പറ്റും. ഈ കൂന വരയ്ക്കാതെ ആനയൊന്ന് വരച്ചു നോക്കിയാൽ മതി. അതൊരിക്കലും അവൻ ചെയ്യൂല. കാര്യം വെച്ചാൽ ഹീസ് ട്രെയിൻ ടു ഡു ദാറ്റ്. റിലീജിയസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഡോക്ട്രിനേഷൻ ആണ്. അതൊരു ഉദ്ബോധനമാണ്. കൊച്ചുകാലത്തെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ബാല്യത്തിലെ കുട്ടികളെ കീഴ്പ്പെടുത്തുകയാണ്, അവരുടെ ചിറകുകൾ അരിയുകയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നല്ലോ, ഒരു കുട്ടി ഒരിക്കലും ഒരു മാർക്സിസ്റ്റുകാരന്റെ കുട്ടി മാർക്സിസ്റ്റ് കുട്ടിയോ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റിന്റെ കുട്ടി പോസ്റ്റ് മോഡേണിസ്റ്റ് കുട്ടിയോ ഒന്നും ആകില്ല. പക്ഷെ ഒരു മുസ്ലിമിന്റെ കുട്ടി മുസ്ലിം കുട്ടിയായിട്ടും ഹിന്ദുവിന്റെ കുട്ടി ഹിന്ദു കുട്ടിയായിട്ടും ക്രിസ്ത്യാനിയുടെ കുട്ടി ക്രിസ്ത്യാനി കുട്ടിയായിട്ട് വരുന്നു. എന്തുകൊണ്ട്? ഒരു കുട്ടിയുടെ മേളില് അവന്റെ ചിന്താതലത്തില് വളരെ ബലാത്കാരമായിട്ട് ഇടപെടാനും അവനെ അടിമുടി കീഴ്പ്പെടുത്താനുമായിട്ടുള്ള ഒരു അധികാരം മതത്തിനുണ്ട്. ഈ അധികാരം എന്ന് പറയുന്നത് ഒരു ശിശുപീഡനം തന്നെയാണ്. അവന്റെ വ്യക്തിത്വം തന്നെ റദ്ദാക്കുകയാണ്. അവനെ മതം പറയുന്നത് ഞങ്ങൾക്കാണ് ഇതിനുള്ള ആദ്യ അധികാരം, ഈ കുട്ടിയുടെ മസ്തിഷ്കത്തെ മുഴുവൻ പ്രക്ഷാളനം ചെയ്യാനായിട്ടുള്ളത്. നിങ്ങളിപ്പോ ഇസ്രായേലിലാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ജൂതനായി മാറും സ്വാഭാവികമായിട്ട്. നിങ്ങളൊരു സൗദി അറേബ്യയിലാണെങ്കിൽ ഒരു മുസ്ലിമോ ഇന്ത്യയിലാണെങ്കിൽ ഒരു ഹിന്ദുവായി മാറും. ആ സ്ഥലത്തെ ആ പേരൻസിന്റെ, നിങ്ങളൊരു പേരന്റ് ആണെന്നിരിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നിങ്ങൾ നിങ്ങളുടെ മകന് കൊടുക്കുന്നത്. ഇതിന്റെ ആധികാരികതയോ വിശ്വാസ്യതയോ സാധ്യതയോ ഒന്നും ഒരിക്കലും നിങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ മുതുമുത്തച്ഛന്റെ കയ്യിൽ ഈ വാർക്കപ്പണിയിൽ ഒരു ചട്ടി ഉണ്ടായിരുന്നു, അല്ലെ? ആ ചട്ടി എടുത്ത് മുതുമുത്തച്ഛൻ നിങ്ങളുടെ മുത്തച്ഛന് കൊടുത്തു, മുത്തച്ഛൻ എടുത്ത് നിങ്ങളുടെ അച്ഛന് കൊടുത്തു, അച്ഛനെടുത്ത് നിങ്ങൾക്ക് തന്നു, നിങ്ങളതെടുത്ത് നിങ്ങളുടെ മകന്റെയോ മകളുടെയോ മണ്ടയ്ക്ക് അടിക്കുകയാണ്. ഈ ചട്ടിയിൽ എന്താണെന്ന് ആരും പരിശോധിക്കുന്നില്ല. അപ്പോൾ ഈ ചട്ടി ഇങ്ങനെ മതമാകുന്ന ചട്ടി ഇങ്ങനെ ചെയ്തു പോകാൻ. അപ്പോൾ കുട്ടി ഒരു ചിന്താശേഷി എത്തുന്ന പ്രായമാകുമ്പോൾ അവന് ഈ വിശ്വാസത്തിന്റെ ഭാരമുണ്ട്. അവന്റെ ഒരു ഉദാഹരണമായിട്ട് മദർ ടങ് നിങ്ങൾക്ക് മറക്കാൻ പറ്റൂ, അമ്മയെ മറക്കാൻ പറ്റൂ. അതേ കണക്ക് മതത്തെയും മറക്കാനും, മതത്തിൽ നിന്ന് മതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ തൊലി ഉരിയുന്നതായിട്ട് തോന്നും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ വരുന്ന കാരണം എന്താണ്? കാരണം വളരെ സിമ്പിളാണ്, കുട്ടിക്കാലത്തെ അവന്റെ ചിന്താശേഷി നശിപ്പിക്കുക. ഇപ്പൊ മതം പറയുന്ന കഥകൾ നിങ്ങളൊരു കുട്ടിക്ക് 17ാമത്തെ വയസ്സിലോ 18ാമത്തെ വയസ്സിലോ ആ കഥകൾ മുന്നോട്ട് വെക്കുക. ഞാൻ പറയും ഇതിനേക്കാൾ നല്ല കഥകൾ ബാലരമയിലും ബാലമംഗളത്തിലും ഇല്ലേ? അതേസമയം അത് 2ാമത്തെ വയസ്സിലോ 3ാമത്തെ വയസ്സിലോ വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ കുട്ടി പരിശീലിക്കുകയും ഈ കഥകളെല്ലാം വളരെയധികം പ്രിയപ്പെട്ടതാണെന്ന് കരുതുകയും ചെയ്യും. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ യേശു ഉണ്ട് എന്ന് ബൈബിള് വായിച്ചിട്ട് തീരുമാനിക്കുന്നത്
ഡിങ്കൻ ഉണ്ട് എന്ന് ബാലമംഗളം വായിച്ചിട്ട് തീരുമാനിക്കുന്നത് പോലെയുള്ളൂ. അല്ലെങ്കിൽ മായാവി ഉണ്ട് എന്ന് ബാലമ വായിച്ചിട്ട് തീരുമാനിക്കുന്നേ ഉള്ളൂ. ഇത് വിശ്വാസത്തിന്റെ തെളിവ് വേറൊരു വിശ്വാസമാണ്. വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു നുണയുടെ മേളിൽ ഇങ്ങനെ നുണകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. എന്താണ് അതിന്റെ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ പറയും യേശു ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? അത് ബൈബിളിൽ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ബൈബിള് ദൈവത്തിന്റെ വാക്കാണ് എന്നാര് പറഞ്ഞു? അത് ബൈബിളിൽ തന്നെ പറഞ്ഞു. ഈ സർക്കുലർ ലോജിക്കാണ് പോകുന്നത്. ഒരു നുണയുടെ പിന്തുണ മറ്റൊരു നുണയാണ്, ഒരു വിശ്വാസത്തിന്റെ പിന്തുണ മറ്റൊരു വിശ്വാസമാണ്. വസ്തുനിഷ്ഠമായിട്ടോ അല്ലെങ്കിൽ സാഹചര്യപരമായിട്ടോ തെളിവുകളില്ല. വിശ്വസിച്ച് എന്ത് നിലവിൽ വരുത്താൻ സാധിക്കും? മതത്തിൻ്റെ സ്ഥാപകൻ ദൈവപുത്രൻ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വിവാഹ സൽക്കാരത്തിന് പോയി. അവിടെ വിവാഹം നടത്തുന്ന ആള് വളരെ ദുഃഖിതനായി നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രവാചകൻ ചോദിച്ചു, താങ്കൾ എന്താണ് ദുഃഖിതനായി നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകളെ വിളിച്ചു, ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 അപ്പം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 5000-ൽ പരം ആളുകൾ വന്നു കൂടിയിട്ടുണ്ട്. വിളിച്ച ആൾക്ക് ആഹാരം നൽകേണ്ടത് ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം ദുഃഖിതനായി നിൽക്കും. ദൈവപുത്രൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? നിങ്ങളിലുള്ള ആ 5 അപ്പവും നിങ്ങൾ കൊണ്ടുവരൂ. 5 അപ്പം കൊണ്ടുവന്നു. 5 അപ്പത്തിനെയും ദൈവപുത്രൻ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നീട് ആ പാത്രം തുറക്കുകയും ചെയ്തു. മഹാ അതിശയം! ആ 5 അപ്പം 5000-ൽ അധികം അപ്പമായി വർദ്ധിച്ചിരിക്കുന്നു. ഇത് കേൾക്കാൻ നല്ല ഇൻപമുള്ള രസമുള്ള കഥയാണ്. മാത്രമല്ല ഇതിലൊരു മാനവികതയുണ്ട്. 5 ഉള്ളൂ, 5000 പേർക്ക് വിളമ്പണം, കുറച്ചേ ഉള്ളൂ, എല്ലാവർക്കും കൊടുക്കണം. ഇത് സാധ്യമോ? കഥയിൽ സാധ്യമാണ്. എന്താണ് അപ്പം? അപ്പം എന്ന് വെച്ചാൽ മാവ് വേണം, അരി വേണം, നെല്ല് വേണം, കൃഷി ചെയ്യണം. മാത്രമല്ല ആ നെല്ലിനെ ഉണക്കി പൊടിച്ച് വറുത്ത് അതിനെ മാവാക്കിയെടുക്കണം. എന്നിട്ട് ഇല്ലാത്ത ഗ്യാസ് ആധാറിൽ ബുക്ക് ചെയ്ത് ആ ഗ്യാസ് വാങ്ങിച്ച് വേണം അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ 5 അപ്പം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് 5000 മാറ്റുക? അസാധ്യമായ കാര്യം അല്ലേ? അങ്ങനെ പറയാൻ വരട്ടെ. എൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട്. അത് ഞാൻ ഈ ശൂന്യമായ പാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. 1 2 3 4 5. എന്നിട്ട് ആ ദൈവപുത്രൻ ചെയ്തതുപോലെ ഞാൻ ഈ പാത്രത്തെ മറ്റൊരു പാത്രം കൊണ്ട് മൂടുകയാണ്. ഞാൻ ഈ മൂടി അദ്ദേഹം തുറന്നതുപോലെ തുറക്കുമ്പോൾ എന്തു മഹാത്ഭുതം നോക്കൂ! ഒരുപാട് 5000-ൽ അധികം അപ്പം ഉണ്ടായി. മാത്രമല്ല ഒരല്പം പാലുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് വീതിച്ചു നൽകാൻ. വീതിച്ചാൽ പാല് കുറയുമോ? ഇല്ല, തീർച്ചയായിട്ടും പാല് കുറയാതെ തന്നെ എല്ലാവർക്കും തൃപ്തികരമായി കൊടുക്കാൻ ഒരു പാത്രം, ചെറിയ പാത്രത്തിൽ പാലുണ്ട്. ഇത് വലിയ പാത്രത്തിലേക്ക് ഇനിയും വലുതാക്കാം നമുക്ക്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സന്ധ്യാസമയമായതുകൊണ്ട് ആളിന്റെ വരവ് കൂടുന്നു. ഇനിയും അല്പം വലിയ പാത്രത്തിലേക്ക് പാൽ ഉണ്ടാക്കിയേ പറ്റൂ. ഇങ്ങനെ പാല് അധികം ഉണ്ടാക്കാൻ പറ്റുമോ? 5 അപ്പത്തെ 5000 അപ്പം ആക്കാൻ പറ്റുമോ? പണ്ട് കവി പാടി, വിത്തനാഥന്റെ കുട്ടിക്കു പാലും നിർധന ചെറുക്കൻ നുമിനീരും കൽപ്പിച്ചരുളിയതീശനെങ്കിൽ അമ്മട്ടിലുള്ള ഈശനെ ചവിട്ടുക നമ്മൾ.
അന്ന് പാല് വളരെ കുറവായിരുന്നു. എന്തിന്? എൻ്റെ ബാല്യകാലത്ത് ഏകദേശം 1965 മുതൽ 70 വരെ നമ്മുടെ നാട്ടിൽ അരിക്ഷാമം രൂക്ഷമായിരുന്നു. ബർമയിൽ നിന്ന് പോലും നമ്മൾ അരി ഇറക്കുമതി ചെയ്തു. ബർമ ഇന്നത്തെ മ്യാൻമാർ. പക്ഷെ ഇന്ന് 1 രൂപയ്ക്ക് അരി പട്ടിക്കും കോഴിക്കും കൊടുക്കുന്നുവെങ്കിലും 1 രൂപയ്ക്കും അരി കിട്ടും. നല്ല സുന്ദരം അരി 23, 30, 33 രൂപയ്ക്ക് മാർക്കറ്റിൽ സുലഭമാണ്. എങ്ങനെ? 5 അപ്പം 5000 അപ്പം ആക്കിയതാണോ? അല്ല. അത് ഹരിത വിപ്ലവത്തിലൂടെ ശാസ്ത്രജ്ഞന്മാർ പണിപ്പെട്ടുകൊണ്ട് ഉപ്പിൻ്റെ അംശം കൂടിയ മണ്ണിൽ, വെള്ളം കുറഞ്ഞ മണ്ണിൽ കാലയളവ് കുറച്ചുകൊണ്ടുള്ള കൃഷിയൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഹരിത വിപ്ലവത്തിലൂടെ ഇന്നീ ധാന്യങ്ങളുടെ മികവ്, ക്ഷാമമില്ലാത്ത മികവ് ഉണ്ടാക്കാൻ സാധിച്ചത്. അതുപോലെ പാല് അദ്ദേഹം അന്ന് പാടിയെങ്കിലും ഇന്ന് ഏത് നിർധന ചെറുക്കനും 17 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നന്മ കണി കണ്ടുണരുന്ന മിൽമയുടെ പാല് 1/2 ലിറ്റർ വാങ്ങിക്കാൻ സാധിക്കും. ഇതെങ്ങനെ സാധിച്ചു? ഇത് ധവള വിപ്ലവത്തിലൂടെ, ഗ്രീൻ റെവല്യൂഷനിലൂടെ, അതായത് ഏറ്റവും കൂടുതൽ പാല് തരുന്ന മാടിനെയും വേർതിരിച്ച് അവയെ സങ്കര ഇനത്തിൽ സങ്കരിപ്പിച്ച് അവയെ വീണ്ടും സെലക്ട് ചെയ്ത് നമ്മൾ അവയുടെ ജീനിനെ സംരക്ഷിച്ച് ഇന്ന് ഒരുപാട് പാലുണ്ടാക്കിയെടുത്തെങ്കിൽ, അത് അരിക്ക് ക്ഷാമമുണ്ടായിരുന്നെങ്കിൽ, കവി പാടത്തക്ക രീതിയിൽ പാലിന് ക്ഷാമമുണ്ടായിരിക്കും. ഹരിത ധവള വിപ്ലവത്തിലൂടെ ഇതിന് മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ശാസ്ത്രത്തിന്റെ വിപ്ലവകരമായ മുന്നേറ്റം എന്ന് തർക്കവുമില്ല. അപ്പോൾ 5 അപ്പത്തെ 5000 അപ്പമാക്കുന്നത് അതിശയമല്ല. മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ മൂർത്തമായ അറിവിന്റെ ഉൽപ്പന്നം എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഏക ഉത്തരം ശാസ്ത്രം. ഇവിടെ തപസ്സിനിന്നേരം സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല പോൽ. സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല പോൽ.